ഫുഡ് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എങ്ങോട്ടും യാത്രയൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരിക്കുക, ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൽ വളരെയധികം പോപ്പുലറായ ഒരു അറേബ്യൻ ഡിഷാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഷവർമയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് കുബ്ബൂസ് വാങ്ങി അതിൻ്റെ മസാല മാത്രം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാർ അത് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന മെത്തേഡ്, അതായത് നമ്മൾ കുബ്ബൂസും അതുപോലെ തന്നെ അതിൻ്റെ മസാലയും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് കുബ്ബൂസ്, അതായത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ അതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഷവർമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കണം. അപ്പോൾ കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അതിൻ്റെ മാവ് വെച്ചുകൊണ്ട് വെക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളൊരു 2 ടീസ്പൂൺ ഈസ്റ്റ്, 2 കപ്പ് വെള്ളം, ഇപ്പോൾ ഏകദേശം നമ്മളൊരു 20 കുബ്ബൂസിനുള്ള മാവാണ് കുഴച്ചിരിക്കുന്നത്. അപ്പം 2 ടീസ്പൂൺ ഈസ്റ്റ്, 2 കപ്പ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പൊങ്ങാൻ വെക്കണം ആദ്യം. അതിനുശേഷം 4 കപ്പ് മൈദ, 1.5 കപ്പ് ഗോതമ്പ്, 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ, കോക്കനട്ട് ഒഴികെ ഇല്ല വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ എടുത്ത് വെച്ച ഈസ്റ്റ്, പൊങ്ങാൻ വെച്ച ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ കുഴച്ച് നമുക്ക് എത്ര സമയം കുഴച്ച് നല്ലവണ്ണം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ കുബ്ബൂസിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത് കുഴച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇത് ഒന്ന് റെസ്റ്റിന് വെക്കണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ മാവ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ എയർ ബബിൾസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പഴയ രീതിയിൽ തന്നെ ആവും. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കണത് പോലെ നല്ല ബോൾ പോലെ ആക്കി എടുത്തതിന് ശേഷം നല്ലപോലെ പരത്തി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിക്ക് പോലെ ഇതേപോലെ ബോൾ പോലെ ആക്കി ഈ ഒരു സൈസിൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-20 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒരു നനച്ചലായ ഒരു തുണി കൊണ്ട് ഒന്നും കൂടി കവർ ചെയ്ത് വെക്കണം. അതിന് ശേഷം മാത്രമേ നിങ്ങളിത് പരത്താൻ പാടുള്ളൂ. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡ് മാത്രം പരത്തുക. ചപ്പാത്തി പരത്തുന്ന പോലെ 2 സൈഡ് തിരിച്ച് വെച്ചിട്ടും മറിച്ച് വെച്ചിട്ടും പരത്താൻ നിൽക്കാതെ ഒരു സൈഡ് മാത്രം പരത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് നമുക്ക് ബോൾ പോലെ പൊന്തിയിട്ട് കിട്ടുള്ളൂ ചുടുന്ന സമയത്ത്. അപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് മൈദയും അതുപോലെ തന്നെ ആട്ടപ്പൊടിയും കുറച്ച് ഈസ്റ്റും കൂടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതും അടിപൊളിയായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഫ്രഷ് കുബ്ബൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്നത് ആട്ടപ്പൊടിൻ്റെ അതേപോലെ തന്നെ മൈദയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 20-25 പിന്നെ കുബ്ബൂസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മുടെ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യം, ബോൺലെസ് ചിക്കനാണ് നമുക്ക് ആവശ്യം. ബോൺലെസ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിക്കൽ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോണൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കാം. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്ത മസാല എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം, എണ്ണയിലെടുത്തിട്ട് ഒന്ന് ചെറിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഷവർമയ്ക്ക് അരിയണ പോലെ കുരുകുരുകുര അരിഞ്ഞങ്ങിടുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ക്യാബേജ് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ കുനുകുന അരിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചപ്പ് അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ, കുറച്ച് ഓണിയൻ, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. സാധാരണ ഷവർമയിൽ ഫില്ല് ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്യുക.
മയോണൈസ് ആഡ് ചെയ്യുക, സംഭവം റെഡി. ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം മസാല നിങ്ങൾക്ക് കുറച്ചും കൂടി ഓവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ ചില്ലി പൗഡർ, അതുപോലെ തന്നെ നമ്മളെ ഗരം മസാല, അങ്ങനെയുള്ള ബിരിയാണി മസാല അല്ല, ചിക്കൻ മസാല പോലുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലോണം ഫ്ലേവർ കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഫ്ലേവറാണ് ഇന്ന് ഇട്ടത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ രുചികരമാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് നമുക്കൊരു 5-6 പേർക്ക് സുഖമായിട്ടൊരു ഷവർമ ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ കൂളായിട്ട് നമുക്കൊരു 5-6 പേർക്ക് പ്ലേറ്റ് ഷവർമ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. 1/2 കിലോ ചിക്കനാണ് ആകെ എടുത്തത്. ബാക്കി ചിക്കൻ നമുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. ആ ഡിഷുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.